പൊള്ളുന്ന ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ആളുകൾ പല മാർഗങ്ങളും പരീക്ഷിക്കും. ട്രാഫിക് സിഗ്നലിലെ വെയിലിനെ തളയ്ക്കാൻ തിരുവനന്തപുരത്തുകാർ ഒരു പണി ചെയ്തു. റോഡിന് മുകളിൽ ഒരു പച്ച മേലാപ്പ് വലിച്ചു കെട്ടി. ഉരുകുന്ന ചൂടിൽ തിരുവനന്തപുരം മുമ്പെങ്ങുമില്ലാത്ത വിധം തിളച്ചു മറിയുകയാണ്. പകൽ നേരം നഗരത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കണം. യാത്ര നടന്നോ ഇരുചക്ര വാഹനത്തിലോ ആണെങ്കിൽ കേമമായി. കൊടും ചൂടത്ത് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ട്രാഫിക് സിഗ്നലിൽ പെട്ടാലോ ശരീരം പൊള്ളിപ്പോയതു തന്നെ. എന്നാൽ ഈ ചൂടൊന്നും കാട്ടി പേടിപ്പിക്കേണ്ടെന്നാണ് ഈഞ്ചക്കലുകാർ പറയുന്നത്. ബൈപ്പാസിൽ ഈഞ്ചക്കൽ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിനോട് ചേർന്ന് റോഡിന് മുകളിൽ ഒരു പച്ച തണൽ. നെടുനീളനൊരു ഷെയ്ഡ് നെറ്റാണ് വള്ളക്കടവിൽ നിന്ന് ഈഞ്ചക്കലിലേക്ക് വന്നു ചാടുന്ന റോഡിന് മുകളിലായി വലിച്ചു കെട്ടിയിരിക്കുന്നത്. 45 മീറ്റർ ഷെയ്ഡ് നെറ്റ് ബണ്ടിലാണ് യാത്രക്കാർക്കു തണലേകാനായി റോഡിന് മുകളിൽ കെട്ടിയത്. ഏറ്റവും കുറഞ്ഞത് 20 സെക്കൻഡ് മുതൽ 2 മിനിറ്റ് വരെയൊക്കെ സിഗ്നലിൽ പെട്ടേക്കാം. ചുരുക്കത്തിൽ അത്രയും നേരമെങ്കിലും മേലുപൊള്ളാതെ കഴിച്ചിലാക്കാമെന്ന് സാരം. അടിപൊളി അടിപൊളി. കാരണം ഇത്രയും പൊരി വെയിലത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത് ആരാണെങ്കിലും അടിപൊളി. അത് നല്ലൊരു കാര്യം തന്നെ. ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യം തന്നെ. തണൽ കിട്ടുന്നുണ്ട്. വേറൊരിടത്തും നമ്മളിങ്ങനെ ട്രിവാൻഡ്രത്ത് ഞാൻ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഈഞ്ചക്കൽ ബൈപ്പാസ് യൂണിറ്റിൻ്റെതാണ് ഈ ആശയം. സാധാരണ ഇവിടെ ഭയങ്കരമായ ചൂടും വെയിലുമാണ്. ഓരോ സിഗ്നൽ പോയിന്റിലും വന്ന് ഒരു 2-3 മിനിറ്റ് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സംഭവം ക്ലിക്കായതോടെ ഈ മാതൃക എല്ലാവരും പിന്തുടർന്നെങ്കിൽ എന്നൊരാഗ്രഹവും ഇപ്പോൾ ഇവർക്കുണ്ട്. ഇതുപോലെ പല ജംഗ്ഷനുകളിലും ട്രാഫിക് സിഗ്നലുകളിലും നിങ്ങൾ ഒരു തണൽ ചെയ്യുന്നത് നല്ലതായിരിക്കും, ഒരു മാതൃകയായിരിക്കുമെന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. മഴയെങ്കിൽ മഴ, ചൂടെങ്കിൽ ചൂട്, അങ്ങനെ ഒന്നും മലയാളിയെ തോൽപ്പിക്കാനാവില്ല മക്കളെ. സിറിലിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.